നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെ ശൂന്യാകാശത്ത് ഈ നിമിഷം ഒരു ടെലസ്കോപ്പ് ആകാശത്തിലെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആകാശത്ത് 3 പൂർണ്ണചന്ദ്രന്മാരെ ഒരുമിച്ച് വെച്ചാൽ എത്രത്തോളം വലിപ്പം ഉണ്ടാകുമോ അത്രയും മാത്രം വലിപ്പമുള്ളൊരു കുഞ്ഞിടത്തേക്കാണ് ഏകദേശം മണിക്കൂറുകളായിട്ട് കണ്ടിന്യൂസ്ലി ഒരു ഇടവേള പോലും മാറ്റിവെക്കാതെ ഈ ഉപകരണം പലപ്പോഴും നിൽക്കുക. അതായത് ഒരു തവണ അതൊരു ലൊക്കേഷനിലേക്ക് കണ്ണ് നട്ട് കഴിഞ്ഞാൽ 250 മണിക്കൂറിലധികം അവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും അതിങ്ങനെ പിടിച്ചെടുക്കും. സോ എന്തിനായിരിക്കും പ്രപഞ്ചത്തിൻ്റെ ഓരോ ഭാഗത്തെയും ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസത്തിലധികം ഈ ടെലസ്കോപ്പ് നോക്കുന്നത്? കാരണം ഒരു സത്യം കണ്ടെത്താനാണ്. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല അടിസ്ഥാന കാര്യങ്ങളെയും അട്ടിമറിക്കാൻ പോകുന്ന ചില കണ്ടെത്തലുകൾക്ക് വേണ്ടിയുള്ള ഒരു പുറപ്പാടായിരുന്നു അത്. അതൊരു പുതിയ ഗാലക്സിയോ ബ്ലാക്ക് ഹോളോ സൂപ്പർനോവയോ ഒന്നുമല്ല. അതെല്ലാം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലും വലുതാണ്, അതിലും പഴക്കമുള്ളതാണ്. പ്രപഞ്ചത്തിലെ ആദ്യത്തെ നക്ഷത്രം ജനിക്കുന്നതിനും മുൻപ് തന്നെ ഉണ്ടായിരുന്ന ഒന്ന്. നമ്മുടെ ഭൂമിയും സൂര്യനും എന്തിന് നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേ പോലും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ പ്രപഞ്ചത്തിലെ ഓരോ ഗാലക്സിയും എവിടെ ആയിരിക്കണം എന്ന് കൃത്യമായി തീരുമാനിക്കപ്പെട്ട ആ ശക്തി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അസ്ഥികൂടം. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്കത് നേരിട്ട് കാണാനുള്ള അല്ലെങ്കിൽ അതിനെ കൺഫേം ചെയ്യാനുള്ള തെളിവുകൾ കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കണ്ടെത്തൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ കാര്യത്തിന് പിന്നിലുള്ള ടെലസ്കോപ്പിന് മനസ്സിലാക്കണം. അത് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പാണ്. കൂടാതെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് പിന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരു 10-100 വർഷമല്ല, 13.8 ബില്യൺ വർഷങ്ങൾ പിന്നോട്ട് പോകണം. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഈ വിശാലമായ പ്രപഞ്ചം മുഴുവൻ ഒരു മണൽത്തരിയേക്കാൾ ചെറിയ ഒരു ബിന്ദുവിൽ ഒതുങ്ങിയിരുന്ന ആ ആദ്യകാല നിമിഷത്തിലേക്ക്, ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനത്തിന് ശേഷമുള്ള ആദ്യത്തെ 1 സെക്കൻഡിൻ്റെ ചെറിയൊരു അംശത്തിൽ ഈ പ്രപഞ്ചം ഏതാണ്ട് പൂർണ്ണമായിട്ടും സ്മൂത്തായിരുന്നു. പക്ഷേ അത് 100% അങ്ങനെ ആയിരുന്നില്ല. അവിടെ വളരെ വളരെ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഏറ്റവും മികച്ച ലബോറട്ടറികളിൽ പോലും അളക്കാൻ കഴിയാത്തത്ര ചെറിയ വ്യത്യാസങ്ങൾ. ചിലയിടങ്ങളിൽ മാറ്റർ അഥവാ ദ്രവ്യം ചുറ്റുമുള്ളതിനേക്കാൾ വളരെ നേരിയ അളവിൽ കൂടുതലായിരുന്നു. ആ ചെറിയ വ്യത്യാസങ്ങളാണ് പിന്നീട് ഈ പ്രപഞ്ചത്തിൻ്റെ വിധി മുഴുവൻ തീരുമാനിച്ചത് എന്ന് പറയാം. ഇതുപോലെയുള്ളൊരു ക്ലെയിം വരികയാണ്, ഒരു സയൻറ്റിഫിക് ക്ലെയിം ആണെന്ന് വിചാരിക്കുക. അത് സത്യസന്ധമാണോ എന്ന് എങ്ങനെ സ്വയം നിങ്ങൾ തിരിച്ചറിയും? അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഗൈഡ്, ഒരു ഫ്രീ ഗൈഡ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ വെബ്സൈറ്റിനുള്ളിൽ നിന്ന് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. മാത്രമല്ല, ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ കോഴ്സ് ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലിങ്കുകൾ കൂടി നിങ്ങൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാവും. ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റി വളരെ ക്ഷമയുള്ളൊരു കാര്യമാണ്. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്ര വലിയ കാലയളവുകൾ ഗ്രാവിറ്റിയെ ബാധിക്കുന്നില്ല. അത് പതുക്കെ മാറ്ററിനെ വലിച്ചടിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ബിഗ് ബാങ്ങിന് ശേഷം അത് തന്നെ സംഭവിച്ചു. ലക്ഷക്കണക്കിന് പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് സാന്ദ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ ദ്രവ്യത്തെ അത് ആകർഷിക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ അവിടെ നിന്ന് ഒരു രൂപം ഉയർന്നു വരാൻ തുടങ്ങി. ഇതൊരിക്കലും അലങ്കോലമായിട്ടുള്ള കുറേ സാധനങ്ങളുടെ കൂട്ടമല്ല. അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഡാർക്ക് മാറ്റർ, ഗ്യാസ് എന്നിവയാൽ നിർമ്മിതമായ വലിയ നൂലുകൾ പോലെയുള്ള ഫിലമെന്റുകൾ, അവ പരസ്പരം കൂടിച്ചേരുന്ന ഇടങ്ങളിൽ ഗാലക്സിയുടെ വലിയ കൂട്ടങ്ങൾ രൂപപ്പെട്ടു എന്ന് പറയാം. അവർക്കിടയിലാണെങ്കിലോ മാറ്റർ വലിച്ചെടുക്കപ്പെട്ട വലിയ ശൂന്യമായ ഇടങ്ങളുണ്ടായിരുന്നു. അതായത് വോയിഡുകൾ അവശേഷിക്കാൻ തുടങ്ങി. ഈ വലിയ ഘടനയാണ് നമ്മൾ കോസ്മിക് വെബ് എന്ന് പൊതുവെ വിളിക്കുന്നത്. ഇന്ന് വരെ നമ്മൾക്ക് ഇതിനെ ഗണിതശാസ്ത്രപരമായിട്ടുള്ള മോഡൽ ചെയ്യാനോ സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ സിമുലേറ്റ് ചെയ്യാനോ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആദ്യമായി അത് നിർമ്മിക്കപ്പെടുന്ന കാലത്തേക്ക് തന്നെ നേരിട്ട് നോക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. 2026 മെയ് മാസത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ റിവർസൈഡിലെ ഗവേഷകനായ ഹുസൈൻ ഹംദനിയയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ദ ആസ്ട്രോഫിസിക്കൽ ജേണലിൽ ഒരു പഠനം പ്രസിദ്ധീകരിച്ചു. പതിറ്റാണ്ടുകളായി പ്രപഞ്ചശാസ്ത്രജ്ഞർ കാത്തിരിക്കുന്ന ഒന്നായിരുന്നു അത്. കോസ്മിക് വെബിൻ്റെ ഇന്ന് വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൃത്യതയുള്ള മാപ്പ് അവർ തയ്യാറാക്കിയിരിക്കുന്നു. ഇതൊരിക്കലും ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ ഒരു ചിത്രം മാത്രമല്ല. 13.8 ബില്യൺ വർഷം, അതായത് 1380 കോടി വർഷത്തെ പ്രപഞ്ച ചരിത്രത്തിലൂടെ പുറകോട്ട് പോയതിനു ശേഷം പ്രപഞ്ചത്തിന് ഏകദേശം 100 കോടി വർഷം മാത്രം പഴക്കമുള്ള സമയത്ത് ഈ വെബ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാപ്പാണിത്.
ഇത് എങ്ങനെ സാധ്യമായി എന്നുള്ളത് വളരെ രസകരമാണ്. ഇവിടെ നമ്മുടെ നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിനെ പരിഗണിക്കണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആകാശത്ത് മണിക്കൂറുകളായി ഒരേ സ്ഥലത്തേക്ക് നോക്കി നിൽക്കുന്ന ടെലസ്കോപ്പ്. ആ JWSTയുടെ പ്രാധാന്യം ഇവിടെയാണ് വരുന്നത്. 2021 ഡിസംബറിൽ വിക്ഷേപിച്ച ഈ ഉപകരണം ഇൻഫ്രാറെഡ് വെളിച്ചത്തെ പിടിച്ചെടുത്താണ് ടെലസ്കോപ്പായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ വെളിച്ചത്തെ തടയുന്ന കോസ്മിക് പൊടിപടലങ്ങൾക്കിടയിലൂടെയും വ്യക്തമായിട്ട് കാണാൻ ഈ ടെലസ്കോപ്പിലൂടെ സാധിക്കും. കോസ്മോസ് വെബ് എന്നാണ് ഈ പഠനത്തിന് ഉപയോഗിച്ച സർവേയുടെ പേര്. 152 വ്യത്യസ്ത നിരീക്ഷണങ്ങളിലൂടെ 255 മണിക്കൂർ എടുത്താണ് അവർ ഈ ഡാറ്റ ശേഖരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോന്നിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന 1,64,000 ഗാലക്സികൾ. ഈ ഗാലക്സികളുടെ എല്ലാം 3 ഡയമെൻഷണൽ സ്ഥാനവും ഭൂമിയിൽ നിന്നുള്ള ദൂരവും ഒക്കെ അവർ അളന്നു. പ്രകാശം സഞ്ചരിക്കാൻ സമയമെടുക്കുന്നത് കൊണ്ട് എത്ര ദൂരെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ നോക്കുന്നുവോ അത്രയും പഴയ കാലത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. ഈ പുതിയ മാപ്പ് മുൻപുള്ള എല്ലാ മാപ്പുകളെക്കാളും ഇരട്ടി വ്യക്തതയുള്ളതുമാണ്. ഗ്രൗണ്ട് ബേസ്ഡ് ടെലസ്കോപ്പുകളേക്കാൾ 10 ഇരട്ടി കൂടുതൽ ഗാലക്സികളെ ഇത് നമുക്ക് കാണിച്ചു തരും. എന്നാൽ ആ കണക്കുകൂട്ടലുകളല്ല ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. പ്രപഞ്ചത്തിന് വെറും 1 ബില്യൺ വർഷം മാത്രം പഴക്കമുള്ള കാലത്തേക്ക് ഈ മാപ്പ് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ബിഗ് ബാങ് കഴിഞ്ഞ് 100 കോടി വർഷം കഴിഞ്ഞ് പ്രപഞ്ചം എങ്ങനെയിരിക്കുന്നുവോ ആ കാലഘട്ടത്തിലേക്ക്. സോ ജെയിംസ് വെബ് വരുന്നതിന് മുമ്പ് നമുക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പലരും പറയാൻ വിട്ടുപോയ, എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യം കൂടി എനിക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കോസ്മിക് വെബ് എന്ന് പറയുന്നത് ഗാലക്സികൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കാണിക്കുന്ന വെറും ഒരു മാപ്പ് മാത്രമല്ല. സത്യത്തിൽ അതൊരു ജീവിയാണെങ്കിൽ ഈ കോസ്മിക് വെബാണ് പ്രപഞ്ചത്തിൻ്റെ രക്തചംക്രമണ വ്യവസ്ഥ. അഥവാ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് പോകുന്നത് പോലെ പ്രപഞ്ചം ആ സകലം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചംക്രമണ വ്യവസ്ഥയാണ്. ഡാർക്ക് മാറ്റർ കൊണ്ടുള്ള ഫിലമെൻറ്റുകൾ വെറുതെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് മാത്രമല്ല, അവ വലിയ പൈപ്പുകൾ അല്ലെങ്കിൽ ഹൈവേകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. വിശാലമായ ശൂന്യാകാശത്ത് നിന്ന് തണുത്ത വാതകങ്ങളെ ഗാലക്സികളിലേക്ക് എത്തിക്കുന്നത് ഇത്തരം ഹൈവേകളിലൂടെയാണ് എന്ന് നമുക്ക് പറയാം. ഒരു ഗാലക്സി ഈ ഫിലമെൻറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിലേക്ക് നിരന്തരം ഈ തണുത്ത വാതകം വന്നുകൊണ്ടിരിക്കും. ആ വാതകം ഘനീഭവിച്ച് മേഘങ്ങളായി മാറും. അവ വീണ്ടും ചുരുങ്ങി പുതിയ നക്ഷത്രങ്ങളായി മാറും. പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നിടത്തോളം കാലം ഒരു ഗാലക്സി വളരുകയും വികസിക്കുകയും മിൽക്കി വേ പോലെ ആക്റ്റീവായിട്ട് നിലനിൽക്കുകയും ചെയ്യുമെന്ന് പറയാം. ഇനി ഈ ഫിലമെൻറ്റുകൾക്ക് പുറത്ത് വോയിഡുകൾ എന്നറിയപ്പെടുന്ന ശൂന്യമായ ഇടങ്ങളിൽ ജനിക്കുന്ന ഒരു ഗാലക്സിയുടെ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. അതിന് ഈ ഫിലമെൻറ്റുകൾ വഴി ഗ്യാസ് ലഭിക്കുന്നില്ല. ക്രമേണ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് അവിടെ നിന്ന് പോകും. ആ ഗാലക്സി പട്ടിണി കിടന്ന് മരിക്കുന്നതിന് തുല്യമാണത്. ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല. ശരിക്കും പ്രപഞ്ചം തീരുമാനിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം: ഏത് ഗാലക്സി വളരണം, ഏത് നശിക്കണം എന്നൊക്കെ. നമ്മുടെ സ്വന്തം മിൽക്കി വേ ഗാലക്സി പിസസ് സെറ്റസ് സൂപ്പർ ക്ലസ്റ്റർ കോംപ്ലക്സ് എന്ന വലിയൊരു ഫിലമെന്റ് ഘടനയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇതിനർത്ഥം നമ്മുടെ ഗാലക്സിയുടെ ചരിത്രം, അതെങ്ങനെ വളർന്നു, സൂര്യൻ എന്ന നക്ഷത്രവും ഭൂമി എന്ന ഗ്രഹവും ഉണ്ടായത് പോലുമെല്ലാം ഈ കോസ്മിക് വെബിൽ എവിടെയായിരുന്നു നമ്മുടെ സ്ഥാനം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു. നമ്മുടെ സ്ഥാനം നമ്മൾ തീരുമാനിച്ചതല്ല. നമ്മൾ ഉണ്ടാകുന്നതിന് വളരെ മുൻപേ തന്നെ ഈ വെബ് നമുക്കായി അത് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്ന് പറയാം. ഇനി ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്ത് ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു തർക്കത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സയൻസിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ എപ്പോഴും പുതിയ ഉത്തരങ്ങൾ മാത്രമല്ല, അതിലും പുതിയ ചോദ്യങ്ങളും കൂടിയാണ് കൊണ്ടുവരുന്നത് എന്ന് കാണാം. ഇന്നത്തെ കോസ്മോളജിയിൽ വലിയൊരു സംഘർഷം നടക്കുകയാണ്. ലാംഡ CDM എന്നാണ് നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച തിയറി അറിയപ്പെടുന്നത്. കോസ്മിക് വെബ് എങ്ങനെ ഇരിക്കണമെന്ന് ഈ മോഡൽ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഫിലമെൻറ്റുകൾക്ക് എത്രത്തോളം ഡെൻസിറ്റി ഉണ്ടാവണം, വോയിഡുകളുടെ വലിപ്പം എത്രയായിരിക്കണം എന്നൊക്കെ അതിലറിയാൻ പറ്റും. എന്നാൽ ജെയിംസ് വെബ് ഇതിനോടകം തന്നെ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലത്ത് ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത്ര വലിയ, വളരെ വേഗത്തിൽ വളർന്ന ഗാലക്സികളെ അത് കണ്ടെത്തി. നമ്മൾ വിശ്വസിച്ചിരുന്ന കാലഘട്ടം വെച്ച് ഇത്രയധികം നക്ഷത്രങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ശാസ്ത്രജ്ഞർ ഇവയെ ഇമ്പോസിബിൾ ഗാലക്സീസ് എന്നാണ് വിളിക്കുന്നത്. ഒരു പുതിയ മാപ്പിൽ നമ്മുടെ മോഡലുകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് ആധുനിക കോസ്മോളജിയിലെ ഒരു വലിയ പ്രതിസന്ധിയായി മാറും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കൂടാതെ ശൂന്യമായിട്ടുള്ള വോയിഡുകളിൽ നിൽക്കുന്ന ചില ഗാലക്സികൾ നമ്മൾ വിചാരിച്ചതുപോലെ അല്ല പെരുമാറുന്നത്. അവ നശിച്ചു പോകാതെ വളരെ വ്യത്യസ്തമായിട്ട് വളരുന്നുണ്ട് എന്ന് കാണാം. ഇതെല്ലാം ഫിസിക്സിൻ്റെ അതിർത്തിയിലുള്ള വളരെ വലിയ ചോദ്യങ്ങളാണ്. ഇതിനെല്ലാം പുറമെ ഏറ്റവും വലിയൊരു അജ്ഞാത രഹസ്യവുമുണ്ട്. എന്താണ് ഡാർക്ക് മാറ്റർ എന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഈ കോസ്മിക് വെബിൻ്റെ വലിയൊരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഡാർക്ക് മാറ്റർ കൊണ്ടാണ്. അതിൻ്റെ ഗുരുത്വാകർഷണ ഫലങ്ങൾ വളരെ കൃത്യമായി അളക്കാൻ നമുക്കറിയാം. എന്നാൽ ഇന്ന് വരെ ഒരു ഡാർക്ക് മാറ്റർ കണികയെ പോലും നേരിട്ട് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സോ
എന്ത് വസ്തു കൊണ്ടാണെന്ന് പോലും നമുക്കറിയാത്ത ഒന്നാണ് നമ്മളിപ്പോൾ ഇത്ര കൃത്യതയോടെ മാപ്പ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ സത്യത്തിലേക്കാണ്. ഈ പ്രപഞ്ചം അലക്ഷ്യമായി ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടമല്ല, അതൊരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചറാണ്. അമാനുഷികമായ എന്തെങ്കിലും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഫിസിക്സിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള അർത്ഥത്തിൽ നോക്കിയാൽ പ്രപഞ്ചം ജനിച്ച നിമിഷം തന്നെ യാഥാർത്ഥ്യത്തിൻ്റെ ജോമെട്രി അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് എഴുതപ്പെട്ടിരുന്നു. അതിനുശേഷമുണ്ടായ ഓരോ ഗാലക്സിയും ഓരോ നക്ഷത്രവും ഓരോ മനുഷ്യനും ഈ ജോമെട്രിക്കൽ ടൈമിനനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ റിസൾട്ടാണ്. ജെയിംസ് വെബ് നമുക്ക് നൽകിയത് വെറും ഒരു മനോഹരമായിട്ടുള്ള ചിത്രമല്ല, നമ്മുടെ ഏറ്റവും മികച്ച സയൻറ്റിഫിക് മോഡലുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു വെപ്പണാണ്. ലാംഡ CDM മോഡലിൻ്റെ അടിത്തറ ഇളകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നർത്ഥം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ വളരെ ആവേശത്തോടെ ഈ ഡാറ്റകൾ നോക്കുമ്പോൾ പഴയ തിയറികൾ മാറുക എന്ന് പറയുന്ന ഒരു സ്വാഭാവിക കാര്യം കാണാൻ പറ്റും. പുതിയ ഡാറ്റയിലൂടെ പഴയ തിയറിയുടെ എക്സ്റ്റെൻഡഡ് തലത്തിലുള്ള വിള്ളലുകൾ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ മോഡലിലേക്ക് എത്താം. ഏകദേശം 1,64,000 ഗാലക്സികൾ ഉൾപ്പെടുന്ന ഈ മുഴുവൻ ഡാറ്റ സെറ്റും ഇത് പൊതുജനങ്ങൾക്കായിട്ട് ഓപ്പൺ സോഴ്സിലായിട്ട് നമുക്ക് കിട്ടും. അതായത് നിങ്ങൾക്കത് കാണണമെങ്കിൽ നിങ്ങൾക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. ഞാനതിൻ്റെ ലിങ്ക് പറ്റുമെങ്കിൽ താഴെ കൊടുക്കാം. ലോകത്ത് എവിടെയുമുള്ള ഏത് ഗവേഷകനും ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതായത് മനുഷ്യരാശിയുടെ മുഴുവൻ സ്വത്തായിട്ട് ഈ അറിവ് മാറിയെന്നർത്ഥം. സയൻസ് അതിൻ്റെ ഏറ്റവും മികച്ച രൂപത്തിൽ നിൽക്കുന്നത് ആക്ച്വലി എല്ലാവർക്കും അതിൽ സ്വതന്ത്രമായിട്ട് ആക്സസ് ഉണ്ടാകുമ്പോഴാണ്. ശൂന്യാകാശത്ത് വെറുതെ ഒഴുകി നടക്കുന്ന ദ്രവ്യങ്ങളുടെ കൂട്ടമല്ല ഈ പ്രപഞ്ചം, അതൊരു വലിയ ആർക്കിടെക്ചറാണ്. 13.7 ബില്യൺ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഈ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത എന്തോ ഒന്നുകൊണ്ട് പടുത്തുയർത്തിയ ഒരെണ്ണമാണത്. അത് ജനിച്ച നിമിഷം കൊണ്ട് തന്നെ ഉണ്ടായ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വെബാണ്. കഴിഞ്ഞ മാസം ആദ്യമായി നമ്മളതിനെ നേരിട്ട് കണ്ടു. പ്രപഞ്ചത്തിന് വെറും 1 ബില്യൺ വർഷം മാത്രം പ്രായമുണ്ടായിരുന്ന കാലത്തേക്ക് അത് തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയും ജനിക്കാൻ പോകുന്ന ഗാലക്സികളുടെ വിധിയും ആ ഒരു വെബിനകത്ത് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. സോ നമ്മുടെ തലച്ചോറിന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വലിയ സ്കെയിലിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു പാറ്റേണിന് മുകളിലാണ് പ്രപഞ്ചം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപകരണങ്ങളുടെ അഭാവം കൊണ്ടാണ് പ്രപഞ്ചത്തെ കൂടുതൽ പഠിക്കാൻ പറ്റാത്ത. ഇനി പുതിയ പുതിയ ഉപകരണങ്ങൾ കണ്ടെത്തുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും. സോ വീഡിയോ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും പലർക്കും സംശയമുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിലെ വലിയ വലിയ സ്ട്രക്ചറുകൾ എന്താണെന്നുള്ളത്. ഭൂമി, പിന്നെ സൂര്യൻ, സോളാർ സിസ്റ്റം, മിൽക്കി വേ, അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന ഓരോരോ സ്ട്രക്ചറുകളും മറ്റൊരു വലിയ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഫ്രീ ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഒരു PDF ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സ്കെയിലിനെ കുറിച്ചും ഷേപ്പുകളെ കുറിച്ചുമുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകുന്ന കുറേ ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നിങ്ങളുടെ ഇതുപോലത്തെ നോളജ് കൂട്ടാനും നമ്മുടെ ചുറ്റുപാടുമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും ശാസ്ത്രബോധത്തോടെ വളരെ റാഷണലായിട്ട് ചിന്തിക്കാനും സാധിക്കുന്ന ബുൾഷിറ്റ് ഡിറ്റക്ടർ എന്ന് പറയുന്ന എങ്ങനെ സയൻറ്റിഫിക് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാം എന്നൊരു കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. താഴെ കൊടുക്കാം. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ബൈ.